വാർത്തകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് VS സരോജ് ഉണ്ട് നമുക്കിപ്പം. VS സരോജ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സേതു. മഴക്കാലമൊക്കെയാണ്, എന്താ പരിപാടി? മഴക്കാലമാണ്, നല്ല വെതറാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വാർത്തകളിലേക്ക് പോയാലോ? തീർച്ചയായിട്ടും മഴക്കാലം തന്നെയാണ്, അത് പറഞ്ഞ പോലെ തന്നെ അത് തന്നെയാണ് പ്രധാനപ്പെട്ട വാർത്തകളിലേക്കും ഇനിയുള്ള ദിവസങ്ങളിലെല്ലാം തന്നെ നമുക്കറിയാം. കാലവർഷം വാർത്തകളെ കൈയടക്കും മിക്കവാറും. അപ്പോൾ ആ രീതിയിൽ തന്നെ മഴ കാര്യമായി തന്നെ വരുന്നു. ധാരാളം വാർത്തകൾ ഇതുമായി ബന്ധപ്പെട്ട് വരുന്നു. അതിൻ്റെ ആശങ്കകളും കൂടിയുണ്ട്. ഇപ്പോൾ നേരത്തെ ചെയ്തു പറഞ്ഞതുപോലെ ഒരുപാട് മുന്നൊരുക്കങ്ങൾ, ശ്രദ്ധയൊക്കെ വേണ്ട ഒരു സമയം കൂടിയാണ്. ഏതായാലും മഴക്കെടുതി സംബന്ധിച്ച വാർത്തകളിലേക്ക് പോകുന്ന ഒരു സമയം ആയി തുടങ്ങുന്നു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം കാലവർഷം വളരെ 2 ദിവസം നേരത്തെ എത്തിയിരിക്കുന്നു. അപ്പോൾ സർക്കാർ അത് ഔദ്യോഗികമായി പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ദിവസം. ഏതായാലും മഴക്കെടുതിയുമായി ബന്ധപ്പെട്ട വാർത്തകളുടെ ഒരു ദിവസം തന്നെയാണ്. ഒപ്പം നമ്മളെ സംബന്ധിച്ച് കേരളത്തിൽ ഇവിടെ ഒരു കഴിഞ്ഞ ദിവസം കൊച്ചിയിലുണ്ടായ ഒരു കണ്ടെയ്നറുമായി ബന്ധപ്പെട്ട, അതായത് കടലിൽ കണ്ടെയ്നറുകൾ ഒഴുകുകയും അതായത് ഒരു അപകടം ഉണ്ടാവുകയും അതിനെ തുടർന്ന് കണ്ടെയ്നറുകൾ ഒഴുകുകയും ചെയ്തൊരു വാർത്ത, അത് വളരെ പ്രാധാന്യത്തിൽ അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണത്. അതേതായാലും ഒന്നാം പേജിൽ പ്രധാന തലക്കെട്ടായി എല്ലാ പത്രങ്ങളിലും വന്നിരിക്കുന്നു. അതായത് വിഴിഞ്ഞം തുറമുഖത്തിൽ നിന്ന് പുറപ്പെട്ട ചരക്ക് കപ്പൽ കൊച്ചി പുറംകടലിൽ അപകടത്തിൽപ്പെട്ട് കണ്ടെയ്നറുകൾ കടലിൽ വീണു എന്നുള്ള ഒരു വാർത്തയാണ്. അത് സംബന്ധിച്ച് സുരക്ഷാ പ്രശ്നം കൂടിയുണ്ട്. കാരണം ഒന്ന്, ആ രാജ്യാന്തര പാത, കപ്പൽ പാത എന്നുള്ളത്, മറ്റൊന്ന് ഈ കപ്പലിലെ കണ്ടെയ്നറുമായി ബന്ധപ്പെട്ട് അതിൻ്റെ സുരക്ഷ സംബന്ധിച്ച് അതിൻ്റെ സുരക്ഷ ഒരുക്കേണ്ട ഉത്തരവാദിത്വമുണ്ട്. മറ്റൊന്ന് അതിൻ്റെ കണ്ടൻറ്റുമായി ബന്ധപ്പെട്ട് രാസവസ്തുക്കളുടെ, അതായത് ഇന്ധനമടക്കം ഉണ്ടാകാം എന്നുള്ളത് കൊണ്ടുള്ള പ്രശ്നം, അത് വെള്ളത്തിൽ കലരുകയും അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ സംബന്ധിച്ചെല്ലാം തന്നെ അത് വളരെ വിശദമായി തന്നെ പത്രങ്ങളെല്ലാം നൽകിയിരിക്കുന്നു. മലയാള മനോരമ ഒന്നാം പേജിൽ കടലിൽ ഒഴുകി കണ്ടെയ്നറുകൾ എന്ന് കൊടുത്തിരിക്കുന്നു. ഒപ്പം അത് വന്ന റൂട്ടുമായി സംബന്ധിച്ച ഒരു ഇൻഫോഗ്രാഫിക്സ് സാധനങ്ങൾ, പൊതുവേ മനോരമ ഈ ഇൻഫോഗ്രാഫിക്സിൻ്റെ ആൾക്കാരാണ്. അപ്പോൾ അത് ഏതായാലും കൊടുത്തിട്ടുണ്ട്. ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ ഉൾപേജിലും മലയാള മനോരമ നൽകിയിരിക്കുന്നു എന്ന് പറയാം. കാരണം ഇത് എന്തൊക്കെ സംഭവങ്ങളാണ്, ഇനി ഈ എന്തൊക്കെ നടപടികൾ എടുത്തിട്ട് വേണം ഇത് ശരിയാക്കിയെടുക്കാൻ എന്നത് സംബന്ധിച്ച കാര്യങ്ങൾ ഏതായാലും പറയുന്നുണ്ട്. ഇനി ശ്രമം കപ്പൽ നിവർത്താൻ എന്നുള്ളതാണ്. ഇത് ഈ ഇന്ധനം കടലിൽ കലർന്ന് എണ്ണപ്പാട വ്യാപിക്കുന്ന സാഹചര്യം ഒഴിവാക്കാൻ ഇത് സംബന്ധിച്ച വിദഗ്ധ ഉപദേശം തേടുകയും അത് സംബന്ധിച്ചുള്ള നടപടികൾ മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. അതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് സംബന്ധിച്ച വാർത്തയാണ് ഒരു പ്രധാനപ്പെട്ട വാർത്ത. മറ്റൊന്ന്, നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ കാലവർഷം നേരത്തെ എത്തി. ഇനി 4 മാസം മഴയാണ് എന്ന് മലയാള മനോരമ പറയുന്നു. 5 ദിവസം അതിതീവ്ര മഴ എന്നുള്ളത്, അതായത് റെഡ് അലർട്ട് മിക്കവാറും ജില്ലകളിൽ തന്നെ തുടക്കത്തിൽ തന്നെ വന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഇതിൻ്റെ കൂടുതൽ വാർത്തകളും ഉൾപേജുകളിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. അപ്പോൾ ഏതായാലും മഴയുമായി ബന്ധപ്പെട്ട വാർത്തകൾ, മറ്റൊന്ന് നമുക്കറിയാവുന്നതുപോലെ ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ടും ഈ പാതാ നിർമ്മാണം നടക്കുന്നതിനിടയിൽ തന്നെ അതിൻ്റെ ചില ഭാഗത്ത് മണ്ണിടിച്ചിലുണ്ടായ സാഹചര്യം വലിയ ആശങ്കയുണ്ടാക്കി. കേരളത്തെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ പ്രശ്നമാണ്. അപ്പോൾ അത് ഈ മഴ വർദ്ധിക്കുന്നതിനനുസരിച്ച് അത് എത്ര കണ്ട് അത്തരം പ്രശ്നങ്ങൾ കൂടും എന്നുള്ള ഒരു ആശങ്ക കൂടി മലയാളിയെ സംബന്ധിച്ചും യാത്രക്കാരെ സംബന്ധിച്ചും ഉണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. ഒപ്പം ഇതുമായി ബന്ധപ്പെട്ടല്ലാതെ വന്നിട്ടുള്ള ചില വാർത്തകൾ എന്ന് പറയുന്നത്, ഈ സർക്കാരിൻ്റെ വാർഷികമാണ്. അപ്പം 5ാം വർഷത്തിലേക്ക് കടന്നിരിക്കുന്നു. ഇത് സംബന്ധിച്ചുള്ള അവകാശവാദങ്ങളും സർക്കാർ നടത്തിയിട്ടുള്ള വാഗ്ദാനങ്ങൾ എത്ര കണ്ട് പാലിച്ചെന്നത് സംബന്ധിച്ചൊക്കെയുള്ള വലിയ വാർത്തകളുടെ സമയത്തുകൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ ഈ സമയത്ത് സൗജന്യ ഇൻ്റർനെറ്റ് കണക്ഷൻ ഇല്ലാതെ കണക്ക് എന്ന് പറഞ്ഞ് സർക്കാരിൻ്റെ K-ഫോൺ പദ്ധതിയെക്കുറിച്ച് മനോരമ ഇത് സംബന്ധിച്ചൊരു വാർത്ത ചെയ്തിരിക്കുന്നു. അതായത് ഈ പറയുന്ന K-ഫോണുമായി ബന്ധപ്പെട്ട് കുറച്ച് വിവാദങ്ങളുണ്ട്. ഒപ്പം അത് വലിയ രീതിയിൽ ഫെസിലിറ്റേറ്റ് ചെയ്തിട്ടുണ്ട്. കേരളത്തെ സംബന്ധിച്ച് അങ്ങനെ സർക്കാർ ഒരു സൗജന്യ ഇൻ്റർനെറ്റ് കണക്ഷന് വേണ്ടി ഒരു പ്രത്യേക പദ്ധതി ഉണ്ടാക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് പ്രോഗ്രസ് റിപ്പോർട്ടിലുള്ള പരാമർശത്തെ സംബന്ധിച്ച് മുഖ്യമന്ത്രി പറഞ്ഞതും, എന്നാൽ യഥാർത്ഥത്തിൽ ഇത് എത്ര കണ്ട് ഫലപ്രദമായി എന്നുള്ളത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ ഏതായാലും ഇതിലുണ്ട്. ഇതാണ് ഇത്തരത്തിലുള്ള വളരെ പ്രധാനപ്പെട്ട വാർത്തകൾ. ഒപ്പം തന്നെ ഈ പൂഞ്ച് മേഖലയിൽ നമുക്കറിയാവുന്നതുപോലെ ഭീകരാക്രമണത്തിന് ശേഷം ഒക്കെ നടന്നിട്ടുള്ള ഷെല്ലാക്രമണം നടന്ന മേഖലയാണ്. അവിടെ രാഹുൽ ഗാന്ധി സന്ദർശിച്ച കാര്യം, ഒപ്പം മുഖ്യമന്ത്രിക്ക് പിറന്നാൾ ആശംസകളുമായി പ്രമുഖർ വന്ന കാര്യം, ഇതെല്ലാം തന്നെ മലയാള മനോരമയുടെ ഉൾപേജുകളിൽ കാര്യമായിട്ടുണ്ട്. അതിൽ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത്, അദാനിക്ക് കോടികൾ ലാഭം
രേഖകളുമായി കോൺഗ്രസ്. കേരളത്തിലെ ദേശീയപാത കരാറിൽ ഉപകരാർ നൽകി. ആ ഉപകരാർ അദാനിക്ക് വലിയ രീതിയിൽ ഗുണമുണ്ടാക്കി കൊടുത്തു എന്ന് ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട വലിയ വിവാദം നിലനിൽക്കുന്ന ഈ സമയത്ത് ഒരു പ്രാധാന്യത്തോടു കൂടെ തന്നെ ഏതായാലും മലയാള മനോരമ നൽകിയിട്ടുണ്ട്. ഒപ്പം ഇന്നലെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് സ്പോർട്സുമായി ബന്ധപ്പെട്ടാണ്. സ്പോർട്സിൽ ഇന്ത്യൻ ടെസ്റ്റ് ടീമിൽ ഒരു തലമുറ മാറ്റത്തെക്കുറിച്ച് ശുഭ്മാൻ ഗില്ലിനെ ക്യാപ്റ്റനാക്കിയത് സംബന്ധിച്ച് പുതുയുഗം എന്ന് മലയാള മനോരമ പറയുന്നു. ഒപ്പം മലയാളിയായിട്ടുള്ള കരുൺ നായർക്ക് വീണ്ടും ചാൻസ് എന്നുള്ള വാർത്ത കൂടിയുണ്ട്. അത് വാർത്തയല്ല, അതുമായി ബന്ധപ്പെട്ടൊരു രസകരമായ അല്ലെങ്കിൽ ഒരു കരുൺ നായരുടെ ഒരു പ്രൊഫൈൽ ഇതിന് ഒപ്പം തന്നെ മലയാള മനോരമ ചേർത്തിട്ടുണ്ട്. ഏതായാലും മാതൃഭൂമിയിലേക്ക് വരികയാണെങ്കിൽ ഇത് തന്നെയാണ്. അറബിക്കടലിൽ കപ്പൽ ചെരിഞ്ഞതും ഈ തീരത്തെ ജാഗ്രതയുമായി ബന്ധപ്പെട്ട് ഉള്ള വാർത്ത. ആ കണ്ടെയ്നറുകൾ തീരത്തടിയും, പക്ഷേ ആരും തുടരുത് എന്ന് മാതൃഭൂമിയുടെ ആ വാർത്തയിൽ ഈ ജാഗ്രതാ നിർദ്ദേശം പറയുന്നുണ്ട്. ഒപ്പം ശുഭ്മാൻ ഗില്ലിനെ കുറിച്ചുള്ള ശുഭ്മാൻ ടെസ്റ്റ് ക്രിക്കറ്റിൽ നയിക്കും എന്നുള്ള കാര്യം ഏതായാലും ഒന്നാം പേജിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട അല്ലാതെ രസകരമായ കൗതുകരമായിട്ടുള്ള കേരളത്തെ സംബന്ധിച്ചൊരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് പൊതുവിദ്യാലയങ്ങളിൽ അതിഥി തൊഴിലാളികളുടെ മക്കൾ 400,000 എന്നുള്ള വാർത്ത 7-ാം പേജിൽ മാതൃഭൂമി നൽകിയിട്ടുണ്ട്. നേപ്പാളിൽ നിന്ന് 332 കുട്ടികൾ അടക്കം അങ്ങനെ ഓരോ മേഖലയിൽ നിന്നുള്ള മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കുട്ടികൾ കേരളത്തിൽ എത്ര പേർ പഠിക്കുന്നു എന്നുള്ള 2023-24 അധ്യയന വർഷത്തെ അതിഥി കുട്ടികൾ 21,299 ആയിരുന്നത് കഴിഞ്ഞ വർഷം 24,525 ഉയർന്നു എന്ന് പറയുന്നുണ്ട്. ആയിയെ ഏക് സാത്ത് സീഖെ എന്ന് അവർ ഏതായാലും ഈ തലക്കെട്ടിൽ പറഞ്ഞിരിക്കുന്നു. ഒപ്പം നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെയുള്ള കപ്പൽ മറിഞ്ഞതുമായി ബന്ധപ്പെട്ട വാർത്തയുണ്ട്. ഒപ്പം പൂഞ്ചിലേക്ക് രാഹുൽ വരികയും അവിടുത്തെ നാട്ടുകാരുമായിട്ട് ജനങ്ങളുമായി സംസാരിക്കുന്നതിൻ്റെ പടം സഹിതമുള്ള വാർത്തയും ഉൾപേജിൽ 9-ാം പേജിൽ മാതൃഭൂമി നൽകിയിരിക്കുന്നു. ഒപ്പം ഇതിൽ എടുത്തു പറയേണ്ട ഒരു വാർത്ത ഏതായാലും പിണറായി വിജയൻ്റെ പിറന്നാളുമായി ബന്ധപ്പെട്ടുള്ള വാർത്തയ്ക്ക് പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. ക്ലിഫ് ഹൗസിൽ കേക്ക് മുറിയും പായസവും ഗവർണർ നിലവിളക്ക് സമ്മാനിക്കുന്ന ചിത്രം സഹിതം ഏതായാലും മാതൃഭൂമി നൽകിയിരിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട ഈ ശുഭ്മാൻ ഗില്ലുമായി ബന്ധപ്പെട്ട വാർത്ത തന്നെയാണ്. ഏതായാലും ശുഭ്മാൻ ഇത്തരം നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ വാർത്തകൾ ഒഴിച്ചു നിർത്തിയാൽ ഏറ്റവും കൗതുകരവും പറയേണ്ടിയിരുന്നൊരു വാർത്ത ഏതായാലും മാതൃഭൂമി ഇന്ന് ചെയ്തിട്ടുണ്ട്. ഒന്ന് ജാഫർ പനാഹിക്ക് പാംദിയോർ കിട്ടിയ വാർത്തയാണ്. ഇറാനിയൻ സംവിധായകൻ പനാഹിക്ക് കാൻ ചലച്ചിത്രമേളയിൽ പാംദിയോർ പുരസ്കാരം. ഇത് ജാഫർ പനാഹി കുറേ കാലം ജയിലിൽ കിടന്നതാണ്. ഇസ്ലാമിക ഭരണകൂടത്തിനെതിരെ ഇറാനിൽ പോരാടിയ ഒരു സംവിധായകനും കൂടിയാണ്. അതിൻ്റെ പേരിൽ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിച്ചതിന് ജയിലിൽ കിടന്ന സംവിധായകനാണ്. ഏതായാലും പനാഹിയുടെ വലിയ തിരിച്ചുവരവിനെക്കുറിച്ച് വളരെ നല്ലൊരു വാർത്ത നൽകിയിരിക്കുന്നു. ഇത് മറ്റു പത്രങ്ങളിൽ കണ്ടില്ല. ഒപ്പം പലസ്തീൻകാരെ കവചമാക്കി ഇസ്രയേൽ സൈന്യം എന്ന് പറഞ്ഞ് ഗാസയിൽ നടക്കുന്ന നരനായാട്ടുമായി ബന്ധപ്പെട്ട വാർത്ത ഏതായാലും നൽകിയിട്ടുണ്ട്. ഒപ്പം ഹിന്ദു പത്രത്തിൽ ഇന്നലെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ സംഭവിച്ചു. ഒന്ന്, ഈ സംസ്ഥാനങ്ങളുമായി നീതി ആയോഗുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിമാരുടെ യോഗം പ്രധാനമന്ത്രി വിളിച്ചു ചേർത്ത യോഗത്തിൻ്റെ ചിത്രം സഹിതമുള്ള വാർത്ത ഹിന്ദു നൽകിയിരിക്കുന്നു. ചന്ദ്രബാബു നായിഡുവും സ്റ്റാലിനുമായിട്ടും നരേന്ദ്രമോദി സംസാരിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും രാഷ്ട്രീയ പ്രാധാന്യമുള്ള 3 മുഖങ്ങൾ അതിനകത്ത് ഉണ്ടായില്ല. ഒന്ന്, നിതീഷ് കുമാർ പങ്കെടുത്തിട്ടില്ല. ഒപ്പം മമതാ ബാനർജി പങ്കെടുത്തിട്ടില്ല. സിദ്ധരാമയ്യ പങ്കെടുത്തിട്ടില്ല. കേരളത്തിൽ നിന്ന് പിണറായി വിജയൻ പങ്കെടുത്തിട്ടില്ല. ഈ 4 മുഖ്യമന്ത്രിമാരുടെ അസാന്നിധ്യത്തിൽ കൂടിയുള്ള ഒരു പ്രധാനപ്പെട്ട നീതി ആയോഗിൻ്റെ യോഗത്തെക്കുറിച്ച് പറയുന്നു. ഒപ്പം ഈ ഇൻഡസ് ട്രീറ്റി ഇതുമായി ബന്ധപ്പെട്ട് ഈ കരാറുമായി ബന്ധപ്പെട്ട് UN-ൽ ഇന്ത്യ നടത്തിയിട്ടുള്ള പ്രസ്താവന, പാകിസ്ഥാനെതിരായിട്ടുള്ള പ്രസ്താവനയ്ക്ക് ഏതായാലും ഹിന്ദു പ്രാധാന്യം കൊടുത്തിരിക്കുന്നു. ഒപ്പം ഈ ഇന്ത്യ പാക് ഇഷ്യൂ നടക്കുന്ന ഈ സമയത്ത് തന്നെ അല്ലെങ്കിൽ ബംഗ്ലാദേശുമായി ചെറിയ നയതന്ത്ര ഇഷ്യൂസ് നടക്കുന്ന സമയത്ത് തന്നെ അഫ്ഗാനിലെ കച്ചവടവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലേക്കുള്ള വിസ നടപടികൾ ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം ലഘൂകരിക്കുകയും അതിനുള്ള അനുമതി നൽകിയിരിക്കുന്നു എന്നുള്ള ഒരു വാർത്ത കൂടെ നൽകിയിട്ടുണ്ട്. ഒപ്പം സേതു, ഈ കഴിഞ്ഞ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കൗതുകമുള്ളൊരു വാർത്ത തെലങ്കാനയിലെ മിസ് വേൾഡ് മത്സരവുമായി ബന്ധപ്പെട്ടാണ്. മിസ് ഇംഗ്ലണ്ട്
ഏതായാലും ആ മത്സരത്തിൽ നിന്ന് പിൻവാങ്ങിയിരിക്കുന്നു. ഇവിടെ അവരോടുള്ള സമീപനം, ഇവിടുത്തെ ആളുകളുടെ സമീപനത്തിലും അതിൻ്റെ സംഘാടകരുടെ സമീപനത്തിലും കുറച്ച് വിവാദങ്ങളും വിമർശനങ്ങളും വന്നിരിക്കുന്നു. അവർ ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ആ വാർത്തയ്ക്ക് ഏതായാലും ദേശീയ മാധ്യമങ്ങൾ വലിയ പ്രാധാന്യം നൽകി എന്ന് തന്നെ പ്രത്യേകം എടുത്തു പറയണം. കാരണം അവർ ഈ മത്സരാർത്ഥി എന്ന നിലയിൽ വന്ന സമയത്ത് ചില ഫേവറുകൾ ചെയ്തു കൊടുക്കണം സ്പോൺസർമാർക്കും ഇവിടുത്തെ ബിസിനസ് ചില വ്യക്തികൾക്കും എന്നുള്ള തരത്തിൽ വളരെ മോശമായ തരത്തിലുള്ള കാര്യങ്ങളുണ്ടായി എന്നാണ് അവരുടെ ആരോപണം. അതായതായാലും വരും ദിവസങ്ങളിൽ അതൊരു വലിയ പ്രശ്നമായി ഉയരാൻ സാധ്യതയുണ്ട് എന്നെനിക്ക് തോന്നുന്നു. ബാക്കി എല്ലാ പത്രങ്ങളും ഏതാണ്ട് ഇതൊക്കെ തന്നെയാണ്. അതായത് മഴ കെടുതിയുമായി ബന്ധപ്പെട്ട വാർത്തകൾ തന്നെയാണ് സുപ്രഭാതവും ഒപ്പം ജനയുഗവും എല്ലാം കാലവർഷക്കെടുതിയുമായി ബന്ധപ്പെട്ടാണ്. സുപ്രഭാതത്തിൽ ഏതായാലും റോഹിംഗ്യകളുടെ മുങ്ങിമരണം ഇത്രയും വർഷത്തിനിടയിൽ നടന്ന അല്ലെങ്കിൽ ഈ കഴിഞ്ഞ 2 മാസങ്ങളിലെ അപകട മരണത്തെക്കുറിച്ചുള്ളൊരു വാർത്തയുണ്ട്. ജനയുഗം അതിതീവ്ര മഴയെക്കുറിച്ച് പറയുന്നു. സിറാജ് ഇതിൽ വ്യത്യസ്തമായൊരു വാർത്തയുണ്ട്. സംഭലിലെ മസ്ജിദ് ഉൾപ്പെടുന്ന പ്രദേശത്തിൻ്റെ ഭൂരേഖകൾ കാണാതായി എന്നുള്ള വാർത്തയുണ്ട്. ഒപ്പം നമുക്ക് അറിയാവുന്നതുപോലെ ഇന്ന് സൺഡേ ആണ്. അപ്പോൾ മോഹൻലാൽ ഹൃദയപൂർവ്വം ഓഷോ എന്ന് പറഞ്ഞ് മാതൃഭൂമിയിൽ മോഹൻലാലിൻ്റെ ഒരു ഓഷോയെക്കുറിച്ചുള്ള ഓർമ്മകളുണ്ട്. ഒപ്പം ഞായറാഴ്ച പതിപ്പായിട്ടുള്ള മനോരമയുടെ വാരാന്ത്യ പതിപ്പിൽ ദൈവത്തിൻ്റെ സുഹൃതികൾ എന്ന് പറഞ്ഞ് അരനൂറ്റാണ്ട് കാലത്തിന് മുൻപ് ഡൽഹിയിലേക്ക് മയ്യഴിയിൽ നിന്നെത്തിയ എം മുകുന്ദനെക്കുറിച്ച് നമ്മുടെ പ്രിയ സുഹൃത്ത് സന്തോഷ് ജോൺ തോൽ എഴുതിയിട്ടുള്ള ഒരു ഫീച്ചർ സ്റ്റോറിയുണ്ട്. ഇങ്ങനെ വളരെ കൗതുകകരമായ വാർത്തകളും ധാരാളം വായിക്കാനുള്ള കാര്യങ്ങളൊക്കെയുള്ള ദിവസമാണ്. പക്ഷേ ഈ പറഞ്ഞതുപോലെ മഴയുടെ ഒരു പ്രത്യേക ഒരു മഴക്കെടുതിയിലോ അല്ലെങ്കിൽ മഴയുടെ ഒരു അന്തരീക്ഷത്തിലാണ് നമ്മളെല്ലാവരും നിൽക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട വാർത്തകളായിരിക്കും ഇനിയുള്ള ദിവസങ്ങളിലും ഇനിയുള്ള മണിക്കൂറുകളിലും വരിക. ഏതായാലും എല്ലാവരും ഈ പറഞ്ഞതുപോലെ വളരെ ശ്രദ്ധയോടെയും അല്പം ജാഗ്രതയോടെയൊക്കെ തന്നെ ഈ മഴയെ അല്ലെങ്കിൽ കാലവർഷത്തെ നേരിടണം. ആ രീതിയിൽ തന്നെ നമുക്ക് വിചാരിക്കേണ്ടി വരും. ഏതായാലും വരും മണിക്കൂറുകളിൽ കൂടുതൽ വാർത്തകളുണ്ട്. കാരണം നമ്മുടെ നയതന്ത്ര സംഘം വിവിധ രാജ്യങ്ങളിൽ സന്ദർശിക്കുകയാണ്. അമേരിക്ക ഉൾപ്പെടെ ശശി തരൂരിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം പോകുന്നു. രാജ്യത്തിൻ്റെ നിലപാട് ഭീകരാക്രമണത്തിൽ പ്രഖ്യാപിക്കാൻ വേണ്ടി അതിൻ്റെ വാർത്തകൾ വരും. ഏതായാലും ശുഭദിനം ആശംസിക്കുന്നു ഒരിക്കൽ കൂടി. ഒപ്പം സേതുവിനും ശരി സനോജ്.